ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകൾ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ തലങ്ങളാണ് മനസ്സിലൂടെ കാണുന്നത്. ഇന്ന് ലിവറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹെൽത്തി ആൻഡ് ഫാറ്റി ലിവർ. നമ്മുടെ ലിവർ ഹെൽത്തി ആണോ എന്നറിയാൻ എന്തെങ്കിലും ഒറ്റമൂലി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അങ്ങനെ ഒരു ഒറ്റമൂലി ഉണ്ടെന്ന് തോന്നുന്നില്ല. ലിവർ ഹെൽത്തി ആണോ അതോ നമ്മുടെ ഡയറ്റിന്റെ പ്രോബ്ലം കൊണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ അറിയാതെ തന്നെ ലിവർ പ്രോബ്ലത്തിലേക്ക് എത്തുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് സനൽ സാർ നമുക്ക് അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പഠനം നൽകും. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സനൽ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, യുവർ വെൽക്കം. താങ്ക് യു സർ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ ആണെന്ന് പറയാം ലിവറിനെ പറ്റിയിട്ട്, അല്ലെ? ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ലിവറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ ഓർഗൻ എത്ര വലുതാണോ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ശരീരത്തിന് അത് അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ചെറിയ കണ്ടീഷൻ മാത്രം. അപ്പൊ ഫാറ്റി ലിവറിനെ പറ്റിയിട്ടും ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷെ ആരോഗ്യം ആണ് ടോപ്പിക്ക്. അപ്പോ ആരോഗ്യത്തിൽ എങ്ങനെ അധിഷ്ഠിതമായിട്ട് നിൽക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ലിവറിനെ സഹായിക്കാമെന്നും നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ്. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ. അപ്പോ ഹെൽത്തി ലിവർ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അതിനനുസരിച്ച് ഈ ഒരു ലിവറിന്റെ ഫങ്ഷൻസ് എന്താണെന്നും ഈ ഒരു ലിവർ നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു ഉള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു വർക്ക് ഹോഴ്സ് ആണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു കുതിരയാണ് സാധാരണഗതിയിൽ ഏറ്റവും ശക്തി നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെ? അത്തരത്തിലുള്ള ഒരു വർക്ക് ഹോഴ്സ് ആയിട്ടാണ് നമ്മുടെ ലിവറിനെ കണക്കാക്കുന്നത്. ശരിക്കും നമ്മുടെ ശരീരഭാരത്തിന്റെ വെറും 2% മാത്രമേ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ ലിവറിനേക്കാൾ വലിയ ഓർഗൻ വേറെ ഇല്ല. ഉണ്ടെങ്കിൽ അഥവാ അങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നാണ്. അപ്പൊ സ്കിന്നിനെ ഓർഗൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാർജസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ ആ സോളിഡ് ഓർഗൻ ആയിട്ട് നമുക്ക് ലിവറിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ലിവറിനകത്തേക്ക് 2 തരത്തിലാണ് ബ്ലഡ് സർക്കുലേഷൻ വരുന്നത്. ഒന്ന് നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പോഷണങ്ങളും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുള്ള പോഷണങ്ങൾ മുഴുവനും ഒരു വെയിൻ വഴി നമ്മുടെ ലിവറിലേക്ക് എത്തും. ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറയും. അതുകൂടാതെ ഓക്സിജൻ അടങ്ങിയ ധമനികൾ ഹെപ്പാറ്റിക് ആർട്ടറി വഴി നമുക്ക് അത് വേറെയും ബ്ലഡ് വരുന്നുണ്ട്. ഹേർട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കുടലിൽ നിന്നും. ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ ലിവറിലേക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 മുതൽ 1.5 ലിറ്റർ വരെ ബ്ലഡ് എവറി മിനിറ്റ് പാസ് ചെയ്യുന്നുണ്ട്. വലിയൊരു അരിപ്പ, അല്ലെ? നമ്മുടെ അടുത്തുള്ള അരിപ്പകളൊക്കെ ഇങ്ങനെ അരിപ്പ അല്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 2 ലോബുണ്ട്. ഒരു ലോബിനേക്കാൾ ഓൾമോസ്റ്റ് 6 ഇരട്ടി വലുതാണ് റൈറ്റ് ലോബ്. ലെഫ്റ്റിനെയും റൈറ്റിനെയും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഇതിന്റെ കൂടാതെ പിന്നിൽ വേറെ 2 ചെറിയ ലോബുകളും ഉണ്ട്. അപ്പോൾ ലിവറിന്റെ സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പലപ്പോഴും ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാര് ചിക്കന്റെയോ അല്ലെങ്കിൽ മറ്റ് ലിവർ ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും.
ഇത്രയും ലോബുകളും ഇത്രയും ബ്ലഡ് വെസൽസും ഒക്കെ ഉള്ള ഈ ബ്ലഡ് വെസൽസ് മാത്രമല്ല കേട്ടോ ലിവറിലൂടെ പാസ് ചെയ്യുന്നത്. വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈൽ ഡക്റ്റ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തരസം. ഈ പിത്തരസത്തിന് വേണ്ടിയിട്ടുള്ള ഡക്റ്റുകളും ഇതേ ലിവറിൽ ഒത്തിരി ഉണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ആണ് അവിടെ നടക്കുന്നത് കണ്ടിന്യൂസ്ലി. നമ്മൾ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഒരു വലിയ ഭാഗം എഗൈൻ ലിവറിലേക്ക് പോയിട്ട് പോകുന്നത് കാണാം. മീൻസ് അത്രമാത്രം ഹൈഡ്രേഷൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അവിടെ ആഗിരണം ചെയ്യപ്പെടും. ഈ ഇങ്ങനെയുള്ള പല പ്രോസസ്സുകളും നടക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 500-ലധികം നോൺ ഫങ്ഷൻസ് ഉണ്ട്. ശരിക്കും അറിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് വേർതിരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് 500-ലധികം. അപ്പൊ അറിയപ്പെടാത്തയും ഇനി ഒരുപാട് ഉണ്ടാവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 75% വരെ അത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ 3-ലൊന്നോ 4-ലൊന്നോ നമുക്ക് പറയാം, വീണ്ടും അതിനെ തിരിച്ച് ആ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരേ ഒരു ഓർഗനാണ് റീജനറേഷൻ എന്ന് പറയും. ഒരേ ഒരു ഓർഗനാണ് ലിവർ. സോ ലിവർ അത്ര ചെറുതല്ല, ലിവർ അത്ര സിമ്പിളും അല്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ലിവർ ആവത് പരിശ്രമിക്കും. എന്നാൽ നമ്മളാണ് ഒരുപക്ഷെ നമ്മുടെ പല രീതിയിലുള്ള ജീവിതശൈലി മെത്തേഡുകൾ കൊണ്ട് അതിനെ കുറച്ചെങ്കിലും സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാനത് നമ്മളാണ് കുറച്ചെങ്കിലും എന്ന് പറയാൻ പ്രത്യേക കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. എനിവേ, എന്താണ് ശരിക്കും ലിവറിന്റെ ഫങ്ഷൻസ് എന്നൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലിവർ നമ്മുടെ ശരീരത്തിലെ ഒരു സ്റ്റോറേജ് ഓർഗൻ ആണെന്ന് പറയാം. സ്റ്റോറേജ് എന്തിനൊക്കെ? മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ് സ്പെഷ്യലി പറയാൻ പറ്റുന്നത്. വിറ്റമിൻ എ, ഡി, ഇ, കെ, B12, അതുപോലെ തന്നെ കോപ്പർ, മാഗ്നീഷ്യം, സിങ്ക്, അയൺ, ഇതുപോലെയുള്ള പല മിനറലുകളും അതുപോലെ തന്നെ വിറ്റമിനുകളും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ലിവർ. വിറ്റമിൻ ഇ അല്ലെങ്കിൽ വിറ്റമിൻ B12 എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഇന്നിപ്പോ B12 ഡെഫിഷ്യൻസി കൂടാനുള്ള കാരണങ്ങൾ, ഫാറ്റി ലിവർ, NAFLD കൂടാനുള്ള ചില കാരണങ്ങളൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. ബ്ലഡ് ഷുഗർ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്? നമ്മുടെ ശരീരത്തിലെ എനർജി ബാലൻസ് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ കൂടുതൽ ഷുഗർ മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജൻ ആക്കും. ലിവറാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചൊക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യും, കുറച്ചൊക്കെ മസിൽ ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യും. ഇൻ കേസ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഗ്ലൈക്കോജനെ തിരിച്ച് നമ്മൾ ഷുഗറിലേക്ക് മാറ്റുന്നുണ്ടാവും. ലിവറാണ് അതും ചെയ്യുന്നത്. അപ്പൊ ഇത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ. പ്രൊഡക്ഷൻ ഓഫ് ബൈൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില ആന്റി മൈക്രോബിയൽ ആക്ഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ ബൈൽ വളരെ അത്യാവശ്യമാണ്. പിത്തരസം ആവശ്യമാണ്. പിത്തരസത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ടാണ് ജോണ്ടിസിനെ നമ്മൾ കാണുന്നത് അല്ലെ. ഈ ഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്കത് ബിലിറൂബിൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡയറക്റ്റും ഇൻഡയറക്റ്റും രണ്ട് രീതിയിലാണ് ബിലിറൂബിൻ വരുന്നത്. അത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് RBC ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ RBC അതിന്റെ ജീവിതകാലം കഴിഞ്ഞിട്ട് പുതിയ RBCയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ RBC ഡിസ്ട്രോയ് ആയിട്ട് പുതിയതിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്തൊക്കെ ബൈൽ ഈ ബിലിറൂബിൻ ഫോർമേഷനും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആവശ്യമുണ്ടെന്ന് ഓൾറെഡി പല സെഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ആണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്. പ്രോത്രോംബിൻ, പല രീതിയിലുള്ള പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. കോപ്പർ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓങ്കോട്ടിക് പ്രഷർ, നമ്മുടെ ബ്ലഡ് വെസലിനകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇതൊക്കെ മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
മറ്റൊന്ന് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതില് വൈറസുകളും മറ്റു പാത്തജനുകളെയും ഒക്കെ ഒന്നുകിൽ അവിടെ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മുടെ ലിവർ ആണ് ചെയ്യുന്നത്. നേരത്തെ ഇമ്മ്യൂൺ ഫംഗ്ഷനിൽ ഗ്ലോബുലിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ നമുക്ക് വേണ്ടാത്ത പല ഫോറിൻ ബോഡീസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കെൽപ്പുള്ള ഒരാളാണ് നമ്മുടെ ലിവർ. ഹെപ്പാറ്റിക് പോർട്ടൽ വീൻ മെയിൻ്റനൻസ്, അതിനു വേണ്ടിയിട്ടും ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫങ്ഷൻസ് ആണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ അറിയില്ലേ, T4 എന്ന് പറയുന്നത്. T4ന്റെ ആക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോൾ T3 എന്ന് പറയും കൺവേർഷൻ. ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിവർ ആണ്. അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ വരുന്ന കൊഴുപ്പിനെ ഡീടോക്സിഫൈ ചെയ്തിട്ട് അതിനെ നല്ല ഫാറ്റിലേക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് അതിനെ മാറ്റുന്നത്. കാരണം എന്താ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും ഫാറ്റ് മുഖേനയായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ആണ് അതിനെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു ഡീടോക്സിഫിക്കേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഫാറ്റ് മാത്രമായിട്ട് അതിന് അവിടെ കിട്ടുള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ എഗെയിൻ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, ആൽക്കഹോൾ, അല്ലെങ്കിൽ ചില ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ അമോണിയ, യൂറിയ പോലെയുള്ള സാധനങ്ങൾ, ഹെവി മെറ്റൽസ്, എൻവയോൺമെന്റൽ ടോക്സിൻസ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ, അലർജൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യുക, ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എഗെയിൻ നമ്മുടെ ലിവറാണ്. വിറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷനെ പറ്റി പറയുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ചില സെക്സ് ഹോർമോണിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടും ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. അതൊരു പെർട്ടിക്കുലർ കൊളസ്ട്രോൾ, ഈവൻ വിറ്റമിൻ ഡിയെ കോളികാൽസിഫെറോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പെർട്ടിക്കുലർ ഫോമിലേക്ക് പറയുമ്പോൾ അത് എഗെയിൻ കൊളസ്ട്രോളിന്റെ ഫോം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എന്താണ് ഫാറ്റി ലിവർ? ഇതൊക്കെയാണ് ആരോഗ്യമുള്ള ഒരു ലിവറിന്റെ ഫംഗ്ഷൻ എങ്കിൽ ഫാറ്റി ലിവർ എന്താണ്? ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ലിവർ. ഫാറ്റ് ശരിക്കും നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തും സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ലിവർ ആയിരിക്കും, അല്ലെങ്കിൽ ലിവറിന്റെ ത്രൂ ആയിരിക്കും. അപ്പോൾ ഫാറ്റ് എനർജി റിസർവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ശരിയായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല വേണ്ടത്ര അളവിൽ മാത്രം സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കാം. അതൊരു സിമ്പിൾ കോമൺ സെൻസ് ആയിട്ട് മാത്രം പറയാം. അതേ ഫാറ്റ് തന്നെ ഈ അബ്നോർമൽ ആയിട്ടുള്ള സ്റ്റോറേജിലേക്ക് പോകുമ്പോൾ, അത് ഒന്ന് രണ്ട് പിക്ചറിൽ ഇനി വരുന്ന സ്ലൈഡുകളിൽ മനസ്സിലാവുന്നുണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷന്, നേരത്തെ ഞാൻ പറഞ്ഞ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, ഈ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷനെ അത് തടസ്സപ്പെടുത്തും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 30,000 കോടിയോളം കോശങ്ങളാണ് ലിവറിനകത്തുള്ളത്. ഈ 30,000 കോടി കോശങ്ങൾക്കകത്ത് ഫാറ്റ് വന്നിട്ട് ചിലപ്പോൾ അതിന്റെ അരിപ്പകൾ അടയാൻ, നേരത്തെ സംസാരിച്ചിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അത്രയും നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിനകത്തുള്ള ഈ സർക്കുലേഷനെ ബാധിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള സെല്ലുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫംഗ്ഷനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് എന്നും പറയും. സോ ഈ ഒരു ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അതെന്താണ്? നമുക്ക് ആ സ്റ്റേജസിലേക്ക് ഒന്നുകൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവർ ആണ് ഉള്ളത്. ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും, NAFLD. രണ്ടാമത്തത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഫാറ്റി ലിവർ. ഓക്കെ, ഇതിൽ തന്നെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്, ആൽക്കഹോളിന്റെ കൺസംഷൻ കുറച്ചാൽ മതി. ആ പേര് പറയുന്നത് പോലെ തന്നെ ആൽക്കഹോൾ ആണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് ലിവറിന്. അപ്പൊ ആ വില്ലനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ വളരെ എളുപ്പത്തിൽ വരുന്ന ഒരു സാധനമാണ്.
പക്ഷെ ഈ നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നില്ലേ. ഈ ഈ ചില രോഗങ്ങളെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഇപ്പം അസിംറ്റമാറ്റിക് മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്. സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ഒക്കെ ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്തു, അതൊക്കെ കറക്റ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അസിംറ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, എന്നാൽ ബാക്കി ഇത് മലേറിയ ആണെന്നും ബാക്കി ഒരുപാട് പേർക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും എന്നും പറയുന്നത് പോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ആൽക്കഹോൾ ഉപയോഗം അല്ല അവിടുത്തെ വില്ലൻ, അതിന് പകരം മറ്റെന്തൊക്കെയോ ആണ്. അപ്പൊ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ എളുപ്പം, ഒരുപക്ഷെ നമ്മുടെ ലിവറിന് നല്ലത്. ഓക്കെ, മറ്റൊരു തരത്തിലുള്ള ഫാറ്റി ലിവർ കൂടിയുണ്ട്. ഇതിനെ പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ വരുന്ന ഒരു ഫാറ്റി ലിവർ ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി, AFLP എന്നാണ് അതിന്റെ പേരെങ്കിലും, അത് നോർമലി മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ, പ്രഗ്നൻസി പീരീഡിൽ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് കാണപ്പെടുന്നത്. എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഡയബറ്റിക്കോ ഒക്കെ ആവുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഒരുപക്ഷെ കാണുക. ബട്ട് ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ, 3 to 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ തിരിച്ച് റിവേഴ്സ് ആവാറുമുണ്ട്. ഓക്കെ, സോ ഈ 3 തരത്തിലുള്ള ഫാറ്റി ലിവറിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ ആൽക്കഹോളിക് ഫാറ്റി ലിവറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ആൽക്കഹോളുമായിട്ട് കണക്ഷൻ ഉണ്ടോ? NAFLDക്ക് തീർച്ചയായിട്ടും കണക്ഷൻ ഇല്ല, അതേ സമയത്ത് AFLDക്ക് ഉണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാവാം എന്ന് നോക്കുമ്പോൾ അവിടെ കുറെ രോഗങ്ങളുടെ ലിസ്റ്റാണുള്ളത്. അതെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളാണ്. ഡയബറ്റീസ്, ഒബേസിറ്റി, എലിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽസ് കൂടുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് NAFLDക്ക് ഉള്ളതെങ്കിൽ AFLDക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൽക്കഹോൾ ആണ് മേജർ കോസ്. ഫാറ്റി ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ്, അത് നോക്കിക്കഴിഞ്ഞാൽ NAFLDക്ക് അത് വളരെ കൂടുതലാണ്. അതേ സമയത്ത് AFLDക്ക് ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ് കുറവാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമില്ലേ, നമ്മുടെ ലിവറിനകത്ത് ഏകദേശം 30,000 കോടിയോളം കോശങ്ങളുണ്ടെന്നും ഈ 30,000 കോടിയിൽ കുറെ കോശങ്ങൾക്ക് ഡീഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫങ്ഷനെ എഫക്ട് ചെയ്യുമെന്നും പറയുന്നത് ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി സെൽ ഇൻഫിൽട്രേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് അകത്തേക്ക് പോയിട്ട് അതിന്റെ ന്യൂക്ലിയസിനെയോ അല്ലെങ്കിൽ കോശത്തിന്റെ കണ്ടന്റിനെയോ ഒക്കെ പൂർണ്ണമായിട്ടും ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ വ്യതിയാനം ഉണ്ടാക്കുക. ആ ഒരു കാര്യം NAFLDക്ക് കുറവാണ്. അതേ സമയത്ത് AFLDക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവറിൽ അത് കൂടുതലാണ്. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരിൽ ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്യൂമറൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് ഈ ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഒന്ന്, ജനറ്റിക് ആവാം. ജനറ്റിക് ആയിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. അതുപോലെ തന്നെ ചില ജീനുകൾ, അത് ജീനിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇംപ്രിന്റ് ചെയ്ത് വരുന്ന ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ ജീവിതശൈലി വളരെ മോശമായിട്ടുണ്ടെങ്കിൽ ആ ജീവിതശൈലി നമ്മുടെ ജീനുകളിൽ തൽക്കാലത്തേക്ക് ഇംപ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അതൊരു ലോഡഡ് ഗൺ ആണ്. എപ്പോഴാണോ നമ്മൾ അതിനെ പോയി ട്രിഗർ ചെയ്യുന്നത് അപ്പോഴാണ് അത് വെടിവെക്കുക, അല്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തത് ഒബിസിറ്റി. ഒബിസിറ്റിയെ പറ്റി ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയാം, കാരണം ഫാറ്റ് കൂടുതലുള്ള ഒരു അവസ്ഥയാണ് ഒബിസിറ്റി. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ വരുന്നതാണ് മെഡിക്കേഷൻസ്. പലതരത്തിലുള്ള മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. നമ്മൾ ഒരുപാട് മരുന്നുകൾ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാതെ സെൽഫ് മെഡിക്കേഷൻ. ഇന്നിപ്പോ ഞാൻ വായിച്ചൊരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആന്റിബയോട്ടിക്കുകളുടെ യൂസേജ്, അമൃത എന്നോ മറ്റോ ആണ് ആ പ്രോഗ്രാമിന്റെ പേര്. ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് നിർത്താൻ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ അങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ എന്തുകൊണ്ടാണ് എടുക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കേഷൻ സെൽഫായിട്ട് ഒരു ഡോക്ടർ ആവാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ നോക്കിയിട്ടോ ഒക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബട്ട് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ഓക്കെ, പിന്നെയുള്ളതാണ് എലിവേറ്റഡ് ബ്ലഡ് ലിപ്പിഡ് ലെവൽ. ബ്ലഡ് ഷുഗർ ലെവലിനെ പറ്റി പൊതുവെ നമുക്കറിയാം, പക്ഷെ ബ്ലഡ് ലിപ്പിഡ് ലെവൽ കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒന്നാണ് ഡയബറ്റിസ്. നേരത്തെ ലിപ്പിഡ് ലെവലാണ് പറഞ്ഞതെങ്കിൽ ഡയബറ്റീസിൽ ഷുഗർ ലെവലാണ് കൂടുന്നത്. ബട്ട് ഈ ഷുഗർ ലെവൽ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂടും. ഇൻസുലിൻ ലെവൽ കൂടുമ്പോൾ അത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെത്തും. ഈ ഒരു കണ്ടീഷൻ എഗെയിൻ നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അത് കൂടുതൽ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. ലിപ്പിഡ് ലെവൽ കൂടുന്നത് മാത്രമല്ല, ഈ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുകയൊക്കെ ചെയ്യും. റാപ്പിഡ് വെയിറ്റ് ലോസ് നടക്കുന്ന ആൾക്കാരിൽ ലിവർ ഫംഗ്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് പല കാരണം കൊണ്ടാവാം അങ്ങനെയുള്ള വെയിറ്റ് ലോസ് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും വെയിറ്റ് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ 5 to 8 കിലോ വിത്തിൻ 1 month അല്ലെങ്കിൽ വിത്തിൻ 2 months കുറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആൽക്കഹോൾ. ഇത് ഫാറ്റി ലിവറിന്റെ കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് ആൽക്കഹോളിനെയും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഹെൽത്തി ലിവറിൽ കുറച്ചൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇതേ ഫാറ്റ് സ്റ്റോറേജ് തന്നെ കുറച്ച് കൂടുതൽ ആവുകയും അത് ഇൻഫ്ലമേഷനിലേക്ക് മാറുകയും ചെയ്യുന്ന സമയത്ത് അവിടെ അക്യുമുലേഷനും സ്കാറിങ്ങും ഉണ്ടാവും. കൂടുതൽ ഫാറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ തങ്ങി നിൽക്കുകയും പിന്നീട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് കോശങ്ങളെ എഫക്ട് ചെയ്യുന്നത്. ഈ സ്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള ടിഷ്യൂ, ഡാമേജ് വന്നിട്ടുള്ള ടിഷ്യൂസ് അത് ഹെൽത്തി സെല്ലിനെ റീപ്ലേസ് ചെയ്യും. നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല, കാരണം ലിവറും സ്വന്തമായിട്ട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ആ ഒരു സംഭവം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ളതാണ് ആദ്യത്തെ സിറ്റുവേഷൻ എങ്കിൽ, അവിടുന്നത് ഹെൽത്തി ലിവറിന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലെത്തി, അവിടുന്നത് നോൺ ആൽക്കഹോളിക് ഷിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന നാഷിലേക്ക് എത്തി. ഈ നാഷിൽ നിന്നാണ് സീറോസിസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കരൾ വീക്കം പോലെയുള്ള മറ്റ് രോഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ആ സ്കാർ ടിഷ്യൂ നോർമൽ ഹെൽത്തി ലിവർ സെല്ലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫാറ്റി ലിവറിൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം. അത് ചിലപ്പോൾ വിട്ടുവിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവാം, സഡൻ പെയിൻ ആയിട്ടും വരാം. അതുകൊണ്ടാണ് ചിലപ്പോഴും അങ്ങനെയുള്ള പെയിൻ വരുന്ന സമയത്ത് ഒന്ന് USG സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തിട്ട് നോക്കുന്നത്. ഓക്കെ, വെയിറ്റ് ലോസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലിവറിന്റെ പ്രോബ്ലം തന്നെ ആവാം. എക്സസീവ് ഫാറ്റിക്, പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരിക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ സ്റ്റൂൾ, നമ്മുടെ മലത്തിന്റെ കളറ് വ്യത്യാസം വരിക, ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ അത് നോർമൽ ഷെയ്ഡിൽ നിന്ന് മാറുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജോണ്ടിസും ആയിട്ട് കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ലിവർ രോഗങ്ങളുടെ എല്ലാം ഒരു പൊതുവേ ഉള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പൊ ആ മഞ്ഞ നിറം, മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ അറിയുന്നത്? പൊതുവെ കണ്ണിലോ അല്ലെങ്കിൽ സ്കിന്നിലോ നഖത്തിലൊക്കെയാണ് പൊതുവെ മഞ്ഞ നിറത്തിന്റെ ഒരു പെയിൽനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു പെയിൽനെസ് ഈവൻ നമ്മുടെ നമ്മുടെ മലത്തിലേക്കും എത്തും. നോസിയ, വോമിറ്റിംഗ്, ഇതുപോലെയുള്ള ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ രുചിക്കുറവുണ്ടാവും. യൂറിന്റെ കളറ് കുറച്ചുകൂടി ഡാർക്കിഷ് ആയിട്ട് മാറുന്നുണ്ടാവും. അത് മിനറലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അങ്ങനെ ഒരു കളർ മാറ്റം ഉണ്ടാവുന്നത്. ഈസി ബ്രൂയിസിങ്, നമ്മുടെ സ്കിന്നിൽ തന്നെ പെട്ടെന്ന് റാഷസ് വരുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തും. ഇതൊക്കെ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ്. സോ നമുക്ക്
ഇപ്പോ സംസാരിച്ചു തുടങ്ങിയ കാര്യം ഫാറ്റി ലിവറിൽ എങ്ങനെയാണ് ഒബിസിറ്റി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് നോക്കാം. സാധാരണഗതി ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും മീൻസ് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഈവൻ അത് ഫാറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈവൻ ആ കോശങ്ങൾക്കകത്ത് ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങൾ ഈവൻ അതിനകത്ത് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഒബീസ് ആയ ഓവർവെയ്റ്റും ഒബീസും ആയിട്ടുള്ള ഒരാളുടെ പൊണ്ണത്തടിയുള്ള ഒരാളുടെ ശരീരത്തിലെ ഫാറ്റ് അളവ് കൂടുതലാണ് അല്ലെ. അങ്ങനെ ഫാറ്റ് അളവ് കൂടുന്നത് അയാളുടെ ജീവിതശൈലി ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു ജീവിതശൈലി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഡിപ്പോസ് ടിഷ്യൂ, അഗൈൻ ഇത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന കോശങ്ങളാണ്. ഈ ആഡിപ്പോസ് ടിഷ്യൂ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സയൻസ് ഓഫ് ഹങ്കർ എന്ന് പറയുന്ന ഒരു ഇത് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് വിശപ്പുണ്ടാവാനും, അതുപോലെ തന്നെ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വിശപ്പ് മതിയായി ഇനിയിപ്പോ നിങ്ങൾ കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു സംതൃപ്തിയുടെ ഹോർമോൺ ആയിട്ട് ലെപ്റ്റിൻ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലെപ്റ്റിൻ അളവ് കൂടുതലാവുക, അതിനനുസരിച്ച് അത് ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഭക്ഷണം മതി എന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഈ ആഡിപ്പോസ് ടിഷ്യൂ ഫ്രീ ഫാറ്റി ആസിഡ്സും ട്രൈഗ്ലിസറൈഡ്സും ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഈ ഒബിസിറ്റി ഉള്ള ഒരാളില് ആഡിപ്പോസ് ടിഷ്യൂ ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലെപ്റ്റിൻ റെസിസ്റ്റൻസ് തുടങ്ങും. അവിടെ പൊണ്ണത്തടിയുടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് പിന്നെ കൂടിക്കൊണ്ടിരിക്കും. ഫ്രീ ട്രൈഗ്ലിസറൈഡ്സും ഫ്രീ ഫാറ്റി ആസിഡ്സും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ലിവർ പറയും ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ചോളാം, ബാക്കിയുള്ളത് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ശരീരത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് സ്റ്റോർ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെയാണ് വിസറൽ ഫാറ്റും അല്ലെങ്കിൽ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഒക്കെ കൂടുന്നത്, പ്രത്യേകിച്ചും വിസറൽ ഫാറ്റ്. ഇത് നമ്മുടെ ലിവറിനകത്തേക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫാറ്റിന്റെ അളവ് കുറച്ച് വലുതാവും. അവിടെ ഈവൻ കോശങ്ങൾക്ക് പ്രശ്നങ്ങൾ വരെയും കോശങ്ങൾക്കകത്തേക്ക് കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് അഗൈൻ ഇവിടെ നിങ്ങൾ ആ ലിവറിന്റെ ഒരു ലോബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലോബിന് ഓൾമോസ്റ്റ് 3 ഇരട്ടി വലുതാണ് മറ്റേ ലോബ്. അപ്പൊ ആ ഓൾമോസ്റ്റ് 6 ഇരട്ടി വലുതാണ് മറ്റേ ലോബ്. അപ്പൊ ഈ ഒരു ലോബിലാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ഫാറ്റി ലിവറിന്റെ പ്രശ്നം കൂടുതലായിട്ട് കാണാറ്. ഓക്കെ, ഈ ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിവേഴ്സിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഐസൊലേറ്റഡ് സ്റ്റിയാറ്റോസിസും അതുപോലെ തന്നെ ഈവൻ നാഷ് എന്ന് പറയുന്ന പ്രോബ്ലവും ഒക്കെ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് കാണാൻ പറ്റും. അവിടെ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജീവിതശൈലിയിലൂടെ ഈ കൊളാജൻ ഫൈബേഴ്സിൽ പോലും അടങ്ങിയിരിക്കുന്ന ഫാറ്റോ അല്ലെങ്കിൽ അവിടെ റീജനറേഷൻ, ലിവറിന്റെ റീജനറേഷൻ നമുക്ക് പോസിബിൾ ആണ്. അതേ സമയത്ത് ഇത് പിന്നെയും നമ്മൾ ഒട്ടും ബോധർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സീറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തും. അവിടെ കൊളാജൻ ഫൈബേഴ്സിലേക്ക് പിന്നീട് നമുക്ക് കൺട്രോൾ ഇല്ല. ഈ ലിവറിന്റെ ടിഷ്യൂസിന് പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. അത് കരൾ വീക്കത്തിലും അല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസിലേക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുചേർന്നെത്തിക്കും. അതുപോലെ തന്നെ മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഹൈപ്പർ ഇൻസുലിനീമിയയ്ക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. കാരണം അത് സ്റ്റോറേജിനേക്ക് വേണ്ടിയിട്ട് കൂടുതൽ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിലപ്പോ പല സ്ഥലത്തുനിന്നും പല മെസ്സേജുകളും കണ്ടിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പലതും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇനി നമ്മളൊന്ന് ഡയറ്റിങ്ങിലേക്ക് പോകാന്ന് പറയും. അങ്ങനെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗറിന്റെ അളവ് ഓൾമോസ്റ്റ് നിൽ അല്ലെങ്കിൽ വളരെ പ്രശ്നം വരും. ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ചില ഡയറ്റ് പാറ്റേൺ ഒക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗൈഡൻസിലോ ചെയ്യാത്ത സമയത്ത് കീറ്റോ ഡയറ്റിലൊക്കെ പലതും പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത് അത് ലിവറിനെ ബാധിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല ഓർഗൻസിനെയും ബാധിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുകൂടിയാണ് പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ അല്ലെ. ലിവർ ഹെൽത്തിന് നമ്മുടെ ലിവറിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്.
നല്ല സാധനങ്ങൾ. ഡൂസ് ആൻഡ് ഡോൺസ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസും ലിവറിനെ പറ്റിയിട്ടും ഒരുപാടുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ കാണാൻ പറ്റും ഒരു പക്ഷെ ഹെർബൽ മോഡലിലോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള രീതിയിലോ ആയിരിക്കും. അതിനൊരു പെർട്ടിക്കുലർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫാറ്റ് ഉള്ളത് ഒരുപക്ഷെ ഈ വെജിറ്റേറിയൻ ഫുഡിലായിരിക്കും. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ലിവറിന് ലോഡ് കൊടുക്കാത്ത രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നതും ഒരുപക്ഷെ ഈ ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലായിരിക്കും. സോ എന്തൊക്കെയാണ് ബെസ്റ്റ് ഫുഡ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ നല്ല വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇതിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. പ്രത്യേകിച്ചും അതിന്റെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, ഈ 3 കാര്യങ്ങൾ, ഈ 3 സാധനങ്ങളും ലിവറിനെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. അതുകൂടാതെ ബീട്രൂട്ടും മറ്റു പിക്ചറുകളിലും ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്നതിന് പകരം ഗ്രീൻ ടീയിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ ഈവൻ പേരക്കായില എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലേക്കും ആൾക്കാർ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊഴിച്ചിട്ട് ഒരുപക്ഷെ ഈവൻ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യമില്ലേ, ഈ വയറിന്റെ ആരോഗ്യത്തിൽ പെർട്ടിക്കുലർലി കോളൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന ഭാഗത്ത് ഒരുപാട് ഗട്ട് ബാക്ടീരിയ ഉണ്ട്. ഈ ഗട്ട് ബാക്ടീരിയയുടെ കംപ്ലീറ്റ് ബാലൻസ് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്യാസ് ഫോർമേഷനൊക്കെ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഫെർമെന്റേഷനൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ ഒരു കൺട്രോള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഡയറ്റും അല്ലെങ്കിൽ പ്യുവർലി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും പറയുന്നത്. അതില് കുറെ വേസ്റ്റ് ഫുഡും കുറെ ബെസ്റ്റ് ഫുഡും എന്നൊക്കെ പറയാം. പക്ഷെ അതിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന മെസ്സേജുകളാണ്. അതിൽ നിന്ന് വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ആയിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ ആഡഡ് ടേസ്റ്റനർ ആയിട്ട് ചേർക്കുന്ന ചില സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രോസസ്ഡ് ഫുഡിൽ അളക്കാൻ പറ്റുമോ? അതില് ചില പെർട്ടിക്കുലർ കണ്ടന്റുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എൻ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ MSG പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കണം. വൈറ്റ് ബ്രെഡ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വൈറ്റ് അല്ല, ബ്രൗൺ ആണെങ്കിലും ഒക്കെ ഒഴിവാക്കേണ്ടത് ആണ്. അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഷുഗറിന്റെ വേറൊരു പേര് മാത്രമാണ്. ഫാറ്റി ഫുഡ് പ്രത്യേകിച്ചും അത് ട്രാൻസ് ഫാറ്റി ലെവലിലേക്ക് പോയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ കൂടുതൽ ദോഷം ഉണ്ടാക്കും. ഓക്കെ. ആൽക്കഹോൾ, സോഡ, അതുപോലെ തന്നെ റെഡ് മീറ്റ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് ലിവറിന്റെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റഡി മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതില് 2023 നടന്ന ഒരു സ്റ്റഡിയാണ്. 19 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഏകദേശം BMI, അതുപോലെ തന്നെ സെക്സ്, അതുപോലെ തന്നെ ഏജ്, ഇതൊക്കെ മാച്ച് ചെയ്തിട്ട് നടത്തിയ 243 പേരിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഇതിനകത്ത് NAFLDയും അതുപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പ്, 2 തരത്തിലുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരിലെ ചില ആൾക്കാരിൽ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് പാറ്റേൺ കൊടുത്തു, ചില ആൾക്കാരിൽ വേറൊരു ഡയറ്റ് പാറ്റേൺ കൊടുത്തു. ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ശരിക്കും ടോട്ടൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് കുറഞ്ഞു. അതേസമയത്ത് പ്ലാൻ പ്രോട്ടീൻ കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് എഗൈൻ അവിടെ കുറഞ്ഞു. അതേസമയത്ത് അനിമൽ പ്രോട്ടീന്റെ അളവ് കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് കൂടുക ചെയ്തത്. അനിമൽ പ്രോട്ടീൻ മോശമാണ് എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. പക്ഷെ ലിവറിന്റെ ആരോഗ്യത്തിന് ഇവിടെ അത് ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഫാറ്റി ലിവർ ഉണ്ടോ, അപ്പം നമ്മൾ നോൺ വെജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം. നോൺ വെജ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെയുള്ളത്, അല്ലാതെ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യണം എന്നല്ല. പലപ്പോഴും അതിനെ പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് എടുക്കാറുണ്ട്, പ്രോട്ടീനും ഫാറ്റും മാത്രമായിട്ട്. അങ്ങനെയല്ല, അത് പ്ലാൻ പ്രോട്ടീൻ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈവൻ NAFLD പോലും അവിടെ പ്ലാൻ ബേസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ.
മറ്റ് ചില മിത്ത് ആൻഡ് ഫാക്ട്സ് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ഓൾവേസ് ഹാംസ് ലിവർ എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു മിത്ത്. അത് തെറ്റാണ്. ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രോട്ടീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയും ഗ്രോത്തും റിപ്പയറും ഒക്കെ നടക്കാൻ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ലിവറിനെ സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് തിരിച്ച് ലിവർ സെല്ല് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രോട്ടീൻ ആവശ്യമില്ലേ, ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പക്ഷെ ആ ലിവർ എവിടുന്ന് വരരുത്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് സോഴ്സ് ഒന്ന് ആവരുത്, കൂടുതലും വെജിറ്റേറിയൻ സോഴ്സ് ഒന്ന് വരുന്നതാണ് നല്ലത്. ഓക്കെ. പ്രോട്ടീൻ റിച്ച് ഡയറ്റ്സ് ആർ പ്രൈമർലി കോസ് ഓഫ് ഫാറ്റി ലിവർ. അതും തെറ്റാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സ് അല്ല പ്രശ്നം. അവിടെ ഫാറ്റി ലിവർ ഉണ്ടാവുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എക്സസ് കലോറിയാണ്. ഈ എക്സസ് കലോറി ആയിട്ട് എന്താണ് അതിന്റെ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഫാറ്റ് സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നതൊക്കെ ലിവറിലേക്ക് വെച്ചിട്ടാണ്. അതിനാണ് ഇൻസുലിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. സോ ഫാറ്റി ലിവർ അഫക്ട്സ്, മൂന്നാമത്തെ മിത്ത്, ഫാറ്റി ലിവർ ഓൺലി അഫക്ട്സ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഓവർ വെയ്റ്റ് ഓർ ഒബീസ്. അല്ല, മെലിഞ്ഞ ആൾക്കാരിലും ചില അവസരങ്ങളിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ കാണാറുണ്ട്. ഈ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈവൻ അയാൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളും കൂടി കാണാം, അല്ലെങ്കിൽ അവരുടെ ഇൻസുലിൻ ലെവല് കൂടുതലായിട്ട് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ എന്താണ് ഇനിയിപ്പോ നല്ല ഒരു ലിവറിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ഒരു ബാലൻസ് മീലാണ് ഏറ്റവും നല്ലത്. ബാലൻസ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഇത് മൂന്നും അടങ്ങിയതാണ് ബാലൻസ് മീൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, അല്ലെ? ഇങ്ങനെ ഒരു ബാലൻസ് മീൽ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് പ്ലാൻ ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മുടെ എക്സസൈസ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് വളരെ എഫക്റ്റീവ് ആയിട്ട് എനർജി കൺസംഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ആവും. മറ്റൊന്നാണ് മെയിൻറ്റെയിൻ ഹെൽത്തി വെയിറ്റ്. ഒബിസിറ്റിയിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഓവർ വെയിറ്റിലേക്ക് പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിവറിന്റെ ലോഡ് കുറച്ച് കുറയും. ഓക്കെ. സാൾട്ട് ഇൻടേക്ക് കുറക്കുക. സാൾട്ട് കൂടുതലാവുന്നത് പലപ്പോഴും ലിവറിന് ചിലപ്പോൾ അപകടകരമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡും ഷുഗറും അളവ് കുറക്കുക. ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 1ഉം 2ഉം പ്രോസസ്സിങ് കഴിഞ്ഞ ഫുഡാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് മുമ്പൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെ ഉള്ള ഫുഡ് 3ഉം 4ഉം 5ഉം തരത്തിലുള്ള പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്ച്വൽ ക്വാളിറ്റി, ന്യൂട്രീഷണൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ആ ടേസ്റ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാറ്റർ മാത്രമായിരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കഹോൾ കൺസംഷൻ കുറക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. ഓക്കെ. 2 തരത്തിലുള്ള വെള്ളമുണ്ട്, അതിൽ ഏത് കുടിക്കണം എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക. ബി കോൺഷ്യസ് വിത്ത് സപ്ലിമെന്റ്സ്. സപ്ലിമെന്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് മാത്രമല്ല, മെഡിക്കേഷനും ഒക്കെ വരും. നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു ലോഡ് ലിവറിന് എന്തും കഴിക്കാം എന്നല്ല, എവിടുന്ന് കിട്ടുന്നതും എന്തും നമ്മൾ കഴിക്കാം എന്നുള്ളൊരു പാറ്റേണിലേക്ക് പോയത്. അത് സപ്ലിമെന്റും ആയിക്കോട്ടെ. പക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞ് അത് എന്തിനു കഴിക്കുന്നു, എങ്ങനെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാനേജ് സ്ട്രെസ്. സ്ട്രെസ്സും ഇൻസുലിനും തമ്മിലൊക്കെ ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് നമ്മളെ സ്ട്രെസ്സും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഫീൻ ഇൻടേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒഴിവാക്കണമെന്ന് പറയില്ല. കാരണം അത് എനർജി ബൂസ്റ്റർ ആണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ അതിന്റെ ഇൻടേക്ക് 8ഉം 10ഉം ചായ കാപ്പിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാക്കുക. മറ്റൊന്നാണ് ലിവർ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അവയവം ഓൾറെഡി എന്തെങ്കിലും സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാറില്ല. അതാണ് വേറൊരു രസം. ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വേറെ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയുന്നില്ല. അപ്പോ
ജനറലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതശൈലി മാറ്റം കൊണ്ടുവരാനോ പോകുന്നതിന് പകരം ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഹെൽത്തി പാറ്റേണിലേക്ക് പരമാവധി ശ്രമിക്കുക. അതാണ് വേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഫാറ്റി ലിവർ എന്നുള്ള തലം അതുതന്നെ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. തീർച്ചയായും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഡെയിലി ടേക്കുന്ന ഇൻടേക്ക് ഫുഡ് അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ളത്. അതിനോടുകൂടി ചേർന്ന് സൂക്ഷിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങൾ ആധികാരികമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അബ്ദുറഹീം സാർ ചോദിക്കാം. യെസ്, സാറിന്റെ ക്ലാസ് വളരെ ക്ലിയർ ആയിരുന്നു, വളരെ പ്രയോജനകരമാണ്. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ലിവറിന്റെ ഫങ്ഷൻസ് മോർ ദാൻ 500 ഫങ്ഷൻസ് ഉണ്ട് എന്നും കൂടാതെ ഇനി എത്രയോ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഇപ്പോഴും മുഴുവൻ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ പാങ്ക്രിയാസ്, കിഡ്നി, അങ്ങനെ കുറെ അവയവങ്ങളുടെ ഫങ്ഷൻസ് ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുമ്പ് സാറ് ക്ലാസ് എടുത്ത സമയത്ത് ജോസി സാറും ലന്നാൻ സാറും റോയ് സാറും ഒക്കെ തന്നെ ഭയപ്പെട്ടിരുന്നു, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനത്തെ ഈ ലിവറിനെ പോലെയുള്ള ഓർഗാൻസ് പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യുകയും അനാവശ്യമായ ടോക്സിക് ആയ സാധനങ്ങളും അനാവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ഫിൽട്ടർ ചെയ്ത് നമ്മളെ ബോഡിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നതോടെ നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, കൂടുതൽ ഭയപ്പെടേണ്ട പ്രശ്നമില്ല. കുറെ കാര്യങ്ങൾ പല ഓർഗാൻസും ബോഡിക്ക് ആവശ്യമില്ലാത്തത് ഫിൽട്ടർ ചെയ്ത് ഔട്ട് ചെയ്യും എന്നുള്ളതോട് കൂടി നമുക്ക് ഈ കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആർക്ക് പറയാനുള്ള സാർ? സാർ ഈ ലിവർ ഇങ്ങനെ ഒരു മഹാനാണെന്നുള്ള കാര്യം സാറ് പറയുമ്പോഴാണ് ആലോചിക്കുന്നത്. കള്ളുകൂടിയന്മാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചാണ്, കള്ളു കുടിച്ചാൽ ഫാറ്റി ലിവർ ചത്തു, പ്രശ്നം തീർന്നു. പക്ഷെ അതല്ല, ലിവർ എന്ന സഹോദരൻ നമ്മളെ സഹായിക്കുന്നതിന്റെ അളവ്, അതാണ് സാറ് കൃത്യമായിട്ട് പറഞ്ഞത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കും, സാറെ കള്ളു കുടിക്കാത്ത എത്രയോ പേർക്ക് ഫാറ്റി ലിവർ വന്ന് മരണത്തിലേക്ക് പോകുന്നു, അപ്പൊ കള്ളുകുടിയന്മാര് ഭാഗ്യവാന്മാരല്ലേ? അവര് കള്ളു കുടിക്കുന്നുണ്ട്, അവർക്ക് ഫാറ്റി ലിവറും ഇല്ല, ഒന്നുമില്ല. സത്യത്തിൽ അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്റെയും സംശയം അത് തന്നെയായിരുന്നു. കാരണം എൻ്റെ അറിവില് മദ്യം കഴിക്കുന്നവർക്കാണ് ഫാറ്റി ലിവർ വരുന്നത് എന്നാണ്. അപ്പോൾ അതല്ലാതെയും ഇത് വരും എന്നും അതിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നതെന്നും സാറ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. സാറ് ഭയപ്പെടുത്തുകയല്ലേ ഇത്, നമ്മുടെ ഭയാശങ്കകളെ മാറ്റാൻ ആണ് സാറ് ശ്രദ്ധിച്ചത്. എന്തായാലും നല്ല അറിവ് പകരുന്ന ഒരു ക്ലാസ് തന്നെയാണ് വീണ്ടും സനൽ സാറ് നമുക്ക് തന്നത്. ഒത്തിരി നന്ദിയുണ്ട് സാർ, ഒത്തിരി നന്ദി സാർ. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വലിയൊരു ക്രൈസിസ് തന്നെയാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആൽക്കഹോൾ കഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചാൽ ഓക്കെ, അതിനൊരു റീസൺസ് ഉണ്ട്, മറ്റതിന്റെ റീസൺസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ലേ സാറേ? അതെ, ആക്ച്വലി ഇപ്പോ ലണ്ടൻ സാറ് പറഞ്ഞപ്പോഴേ വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, ഓൾമോസ്റ്റ് 30 to 35% ജനങ്ങൾക്കും ഫാറ്റി ലിവർ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കള്ളു കുടിച്ചിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോഴ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലടക്കം എത്രയോ കൂടുതലാണ്. ഡോണറെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ കഴിക്കേണ്ട മാച്ചിങ്ങും മറ്റ് കാര്യങ്ങളും ശരിയായിട്ട് പിന്നെ കഴിക്കേണ്ട മരുന്നുകളും അല്ലെങ്കിൽ പിന്നെ പാലിക്കേണ്ട ജീവിതശൈലികളും നമ്മൾ ഇപ്പോഴേ പാലിച്ചാൽ മതി. പിന്നീട് അതിനു വേണ്ടിയിട്ട് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? നമ്മുടെ അല്ലാത്ത കാരണം കൊണ്ട് എന്തും സംഭവിക്കാം.
പക്ഷെ നമ്മുടെ കാരണം കൊണ്ട് അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ രീതി. അതാണ് പ്രിവെൻഷൻ. പക്ഷെ ലിവർ ഇത്രമാത്രം വലിയ ഓർഗൻ എന്ന നിലയിൽ എല്ലാം മാനേജ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ലിവറിന്റെ അവസ്ഥയൊക്കെ വളരെ വളരെ താമസിച്ചാണ് പലപ്പോഴും അറിയുന്നത്. ശരീരമൊക്കെ വീർത്ത് അല്ലെ, സ്വെല്ലിംഗ് ഒക്കെ വന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതി ഇതിന് എന്തോരം കാരണങ്ങളുണ്ട്. എല്ലാ ശരീരത്തിന്റെ രോഗങ്ങൾക്ക് പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ലിവർ കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ വളരെ, നമുക്കറിയാം വളരെ പ്രമുഖരായ ചില സിനിമാ നടന്മാർ പോലും അവരുടെയൊക്കെ അവസ്ഥകൾ എത്ര സിവിയർ ആണ്, പക്ഷെ നമ്മൾ അത്രമാത്രം കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും എനിബഡി? ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സ്വെല്ലിങ്ങിനെ പറ്റി സാറ് പറഞ്ഞാണ്. കാലിന്റെ പാദങ്ങളിൽ സ്വെല്ലിങ് വരുന്ന സമയത്ത് നമ്മൾ കിഡ്നി പ്രോബ്ലം ആണെന്ന് സസ്പെക്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലെയുള്ള പല ടെസ്റ്റുകളും പോലെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ഉണ്ട്, RFT ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹോളിസ്റ്റിക് ആണ്. നമ്മുടെ ശരീരം ഒരു വലിയ ശരീരമാണ്. ഇതിനകത്ത് ഒരുപാട് ചെറുതും വലുതുമായ അവയവങ്ങളുണ്ട്. അല്ലാതെ കിഡ്നിയുടെ പണി മാത്രം ചെയ്യല്ല ചെയ്യുന്നത്. ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, പല അവയവങ്ങൾ ഒരുമിച്ചാണ് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പല അവയവങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെ ശ്രമിക്കേണ്ടി വരും. അല്ലാതെ അന്നേരം ഡയാലിസിസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അന്നേരം ട്രാൻസ്പ്ലാന്റേഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ? ആവില്ല. ഓരോന്നും നമ്മൾ ആ ഒരു ഡെപ്തിലേക്ക് പോയിട്ട് ഈവൻ ഹൈപ്പർ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ലിവർ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? സാറേ, സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആണ്. സാറേ, എനിക്കൊരു സംശയം. ഈ grade 1 grade 2 എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് തന്നാല് ഉപകാരമായിരുന്നു. ഫാറ്റി ലിവറിന്റെ സ്റ്റേജ് അത് കോശങ്ങൾക്കകത്തേക്ക് എത്രത്തോളം എത്തുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ grade 4 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സീറോസിലേക്ക് പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. മീൻസ് ലിവറിന്റെ ഫങ്ഷൻ പൂർണ്ണമായിട്ട് തടസ്സപ്പെടും. grade 1 മുതൽ നമ്മളിപ്പോ നമുക്ക് എത്ര വിവരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിന്റെ വിവരം ഉണ്ടെന്ന് പറയോ സാധാരണഗതിയില്? 1, 2, 3, 4 ആ ഒരു ക്ലാസ് വയ്ക്കുന്നത് എന്തിനാ? നമ്മൾ എത്രത്തോളം നമ്മുടെ നമ്മുടെ ഭൗതിക പരിജ്ഞാനം എത്രത്തോളം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പറയുന്ന ഒരു ഇതാണ്. ഡാമേജസിനെ പറ്റിയിട്ട്, ലിവറിന്റെ ഡാമേജസിനെ പറ്റി നോക്കുന്ന സമയത്ത് grade 1 grade 2 എന്ന് പറയുന്നത് ഏറ്റവും തുടക്കത്തിലാണോ? ഈവൻ ക്യാൻസറിനെ പറ്റിയും ഈ ഒരു രീതിയിൽ കോമൺ ആയിട്ട് പറയാറുണ്ട്. എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് ചോദിക്കും പൊതുവെ. സ്റ്റേജ് 4 ആണെങ്കിൽ പിന്നെ രക്ഷയില്ല എന്നുള്ള രീതിയിൽ. ഫാറ്റി ലിവറിൽ ഞാൻ ആ ഒരു കാണിച്ച് ഇത് ശ്രദ്ധിച്ചാൽ മതി. നാഷ് വരെ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ട് അതിനെ ഹെൽത്തി ലിവറിലേക്ക് മാറ്റാൻ പറ്റും. കാരണം ലിവറിന് അത്രമാത്രം കഴിവുകളുണ്ട്. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മതി, ധാരാളമാണ്. ലിവർ ഡോണർക്ക് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഡോണർ ഓൾറെഡി ഹെൽത്തി ലിവർ ഉള്ള ഒരാളാണ്. ലിവർ കൊടുക്കുന്ന ആള് അവരുടെ ലിവറിന്റെ ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ച് ആ ഒരു പോർഷൻ നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ആ സർജറി ചെയ്തതിന്റെ ഹീലിങ്ങും കാര്യങ്ങളും പിന്നെ നല്ല ഡയറ്റുമാണ് അവർ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേസമയത്ത് ഫാറ്റി ലിവർ എന്ത് ഗ്രേഡോ ആയിക്കോട്ടെ, നമ്മൾ ആരോഗ്യത്തിലേക്ക് വരണമെങ്കിൽ 1ൽ നിന്ന് തുടങ്ങണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാക്സിമം ടൈം നമുക്ക് അവിടെ ചാൻസസ് ഉണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. ഒരു സംശയമുണ്ട് സാറേ. പിന്നെ കുടിക്കുന്ന ആൾക്കാര് കേൾക്കുന്നുണ്ടോ സാറേ? കുടിക്കുന്ന ആൾക്കാര് കുടി നിർത്താൻ ചാൻസ് ഇല്ല. അവർക്ക് ടെൻഡൻസി കൂടി തന്നെ. അതിന് പകരം അതുകൊണ്ട് ഫാറ്റി ലിവർ അങ്ങനെയുള്ള കംപ്ലൈന്റ് ഉണ്ടാകാതിരിക്കാൻ ലിവർ കിഡ്നി കെയർ എന്നും പറഞ്ഞിട്ട് ഗുളികൾ ഓൺലൈൻ വരുത്തി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാ? കുടിക്കുന്നുണ്ട്, ലിവർ കിഡ്നി കെയർ എന്നും പറഞ്ഞുള്ള ഒരു ഗുളിക ഓൺലൈൻ വരുത്തി കുടിക്കുന്നുണ്ട്. കാരണത്തെ മാറ്റണം. കാരണം മാറ്റാതെ ഗുളിക കഴിച്ചോണ്ട് കാര്യമില്ല.
ഇതിന്റെ കൂടെയാണ് ഇതും കഴിക്കുന്നത്. ഒരു എക്സർഫോഴ്സ് ആണ് എന്റെ വേറെ ആയിട്ടല്ല, എന്റെ ഹസ്ബൻഡ് വേറെ ഇല്ല. പുള്ളിക്ക് 1-2 പ്രാവശ്യം ഫാറ്റി ലിവർ വന്നിട്ടുള്ളതാണ്. ആൽക്കഹോളിക് അഡിക്ഷൻ ഇല്ലെങ്കിൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. ആൽക്കഹോളിക് അഡിക്ഷൻ എന്ന് പറയുന്നതും സാധാരണഗതിയിൽ ഈ അഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്ന എല്ലാവർക്കും അഡിക്ഷൻ ഇല്ല. അപ്പൊ ആ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡി അഡിക്ഷൻ സെന്റർ മുഖേന അതിന് തൽക്കാലത്തേക്ക് ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളിപ്പം എനിക്കിപ്പം ഇന്നത്തെ സെഷൻ എടുക്കാനുണ്ട്, ജസ്റ്റ് മാഡം ഇത്രയും ചിന്തിച്ചാൽ മതി. എനിക്ക് ഇന്നത്തെ സെഷൻ എടുക്കാനുണ്ട്. ഞാൻ ഈ സെഷനിൽ കയറുന്നതിന് മുമ്പ് ഒരു 3 പെഗ് അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഈ പെഗ് അടിച്ചതിന് ശേഷം ഇതിന്റെ എഫക്ട് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഗ്ലാസ് മോരും എടുത്തു കുടിച്ചു, അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടി എടുത്തു കുടിച്ചു. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഒരുപക്ഷെ ഇപ്പം മാഡം പറയുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എവിടുന്ന ഈ ലിവറിന്റെയും കിഡ്നിയുടെയും ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നതെന്നോ, അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്നോ, ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് വിൽക്കാൻ എളുപ്പമാണ്. 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പറഞ്ഞാൽ മതി. അത് സ്ഥിരം കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുടിക്കുന്നുണ്ട്, ഈ ഗുളികയും കഴിക്കുന്നുണ്ട്. എത്ര വയസ്സുണ്ട് മാഡം? 74. 74. 1-2 പ്രാവശ്യം ഫാറ്റി ലിവർ വന്നതാണ്. അത് ക്യൂറായി കഴിഞ്ഞ ഉടനെ അടുത്ത ട്രിപ്പ് തുടങ്ങിയിരിക്കും. അതാ. പക്ഷെ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞ ഭയങ്കര വയലന്റ് ആകും നമ്മുടെ നേരെ. അത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യട്ടെ. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഇതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരം പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോയിട്ടുണ്ട്. ശരി. കാരണം നമ്മൾ അതിന് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള സ്ട്രെസ്സും കൂടി വരുമെന്നുള്ളൂ. ഒരുപക്ഷെ മാഡത്തിന് ഇതുവരെ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും മാഡത്തിന് അത് വരാം. മാഡത്തിനെ ചികിത്സിക്കേണ്ടത് സ്ട്രെസ് കാരണം ഇത് ബോഡി പാറ്റേൺ ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു റെസിസ്റ്റീവ് പവർ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കഴിക്കാൻ പാടില്ല, എപ്പോഴും കഴിക്കണം എന്നുള്ള രീതിയിലുള്ള പല രീതികളുണ്ട്. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ പ്രിവിലേജ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ ഒരു വർഷങ്ങളായിട്ട് ഇത് ശീലിച്ചതായിരിക്കാം. അത് ഇപ്പൊ സാർ പറഞ്ഞ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. കൺട്രോൾ ലിമിറ്റിലധികം ആകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സേഫ് ആണ്, പേടിക്കേണ്ട എന്നാണ് അർത്ഥം. ഫ്രീ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല സാർ. ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കുറെ രോഗങ്ങളും കുറെ അവസ്ഥകളും മാത്രമാണ്. അല്ല, ഫ്രീ എന്ന് പറഞ്ഞാൽ സാർ അത് ഇച്ചിരൂടെ സേഫ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചാ പറഞ്ഞു. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും സ്വല്പം കൂടെ ക്വാളിറ്റി ഉള്ളതെന്ന ഉദ്ദേശത്തിലാണ്. ഹെൽത്തി എന്ന് പറയുന്ന പാറ്റേണിൽ ഒരുപക്ഷെ ഞാൻ എഴുതിയിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞിരുന്നു. ലിമിറ്റ് ദ യൂസേജ് ഓഫ് സപ്ലിമെന്റ്സ് എന്നാണ്. ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് പോലും നമ്മൾ അഡീഷണലി എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് കഴിക്കണം. എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി മാത്രമായിട്ടാണ് പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല ലൈഫ്, ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പൊ ആ ക്വാളിറ്റി, ഓരോ സാധനത്തിന്റെയും ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മരുന്നായിക്കോട്ടെ, അല്ല സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, അതല്ല ലിക്കർ ആയിക്കോട്ടെ, എല്ലാം ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അവിടെ ആണ് നമ്മൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരാത്തത്. ഒരുപാട് സ്റ്റഡീസിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് നടക്കും. അവര് ആൽക്കഹോൾ 2 പെഗ് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന് ശേഷം എന്തൊക്കെ മോശം എഫക്ട് വന്നെന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ആൾക്കാർ ബാക്കി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൂടി അവിടെ സ്റ്റഡിയുടെ ഒരു മാറ്റർ ആക്കണം. നമ്മുടെ തീസിസുകൾ ഒരുപാട് രീതിയിൽ എഴുതാമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതി പല ആൾക്കാരും അതിനെ വകഭേദങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ അല്പം വൈകി കയറിയത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്ത സമയത്താണ് ഈ ഫാറ്റി ലിവർ എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റുട്ടീൻ ബ്ലഡ് ചെക്കപ്പിൽ നിന്ന് ഈ ഫാറ്റി ലിവർ ആരും ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അതിന്റെ എപ്പോഴാണ് ഫാറ്റി ലിവർ ചെക്ക് ചെയ്യേണ്ടത്? സിംറ്റംസ് എന്തെങ്കിലും കാണുമ്പോഴാണോ,
അതോ സിംറ്റംസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംറ്റംസ് ഒന്ന് നമ്മുടെ ജീവിതശൈലി വളരെ മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻസുലിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കാലമായിട്ട് പ്രൊലോങ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഫാറ്റി ലിവർ സസ്പെക്ട് ചെയ്യാം. അതായത് ഷുഗർ ലോ ആവുന്നതിന്റെ ഷുഗർ അല്ല, ഇൻസുലിന്റെ അളവ് കൂടുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം ഹൈയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോ പല കൺസൾട്ടേഷനും ഇപ്പൊ ഞാൻ എടുത്തതില് ഈ ഇൻസുലിന്റെ അളവ് നോക്കിയിട്ടാണ് ഞാൻ പല ആൾക്കാർക്കും സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പറയാറുണ്ട്, ഓ കഴിഞ്ഞ വർഷം മുതൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. സ്കാനിങ് ആണല്ലേ? സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അബ്ഡോമിനൽ സ്കാനിൽ അറിയാൻ പറ്റും. സാറ് ഡോക്ടർമാരൊന്നും ചെയ്യാറില്ല അല്ല, ജസ്റ്റ് അതിന്റെ ആവശ്യമില്ല. ഇത് അതുകൊണ്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യാതെ പോകുന്നതും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതശൈലി അത്രയും, ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ ഒരു ആൽക്കഹോളിക് പാറ്റേണിലേക്ക് ലൈഫ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. ഞാൻ ഡയബറ്റീസിന് 30 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. സാധ്യതയുണ്ട്. സ്കാൻ ചെയ്യണം അല്ലേ? ഇൻസുലിന്റെ അളവ് കൂടുതലായിരിക്കും സാറിന്. ഇൻസുലിന്റെ അത്ര കൂടുതൽ കേട്ടില്ല. അത്ര കൂടുതലല്ല. മോർണിംഗിൽ 16 വൈകുന്നേരം 10 എടുക്കാറുണ്ട്. ഓൾറെഡി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെ? ഇഞ്ചക്ഷൻ ഡോട്ട്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യുന്നതല്ലായിരിക്കും അല്ലേ? 30 വർഷമായിട്ട് ഇത് ചെക്ക് ചെയ്തുകൊണ്ട് സാറിന് എന്താ വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നത്? ചെക്ക് ചെയ്തിട്ട് കെയർ ചെയ്യാം. സാറ് പറഞ്ഞതായിട്ടുള്ള ആഹാരമൊക്കെ കൺട്രോൾ ചെക്ക് ചെയ്യാതെ തന്നെ അതൊക്കെ കഴിച്ചൂടെ? അത് ചെയ്യുന്നുണ്ട്. അത് മതി. ഞാനാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴേ ഡയബറ്റീസ് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഇനിയിപ്പം ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതുകൂടി ചിന്തിക്കാനുള്ള ഒരു വിഷയമില്ലേ? അതിലൂടെ അറിയുന്നതല്ലേ ലിവർ സിറോസിസ് മാറിയാലോ. അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അഡ്വാൻസ് പ്രിക്കോഷൻസ് എടുക്കാനാ പറഞ്ഞത്. ചെക്ക് ചെയ്യുക പോലും വേണ്ട. ആഹാര രീതി ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ആഹാരമെല്ലാം ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നത്. ഈ പറയുന്ന പ്രോട്ടീൻ, വെജിറ്റേറിയൻ പ്രോട്ടീൻ ഒക്കെ ഉള്ളു കഴിക്കാറുണ്ട്. അല്ലാതെ ഫാറ്റിന്റെ പ്രോട്ടീൻ കഴിക്കാറില്ല. അതുപോലെ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് കഴിക്കുന്നു, തീരെ കുറച്ച്. ധാന്യങ്ങൾ കുറെയൊക്കെ മുളപ്പിച്ച് കഴിക്കും. ഉച്ചയ്ക്ക് അതൊക്കെ കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് ചോറ് ഒരു ജസ്റ്റ് ഒരു ചെറിയ സ്പൂൺ മാത്രമേ ചോറ്. വൈകുന്നേരം ചോറ് കഴിക്കുന്നേ ഇല്ല. ഏകദേശം ഒരു പറയുന്ന സാറ്, ഈ ഫ്രീ ഫാറ്റി ആസിഡ്സും ട്രൈഗ്ലിസറൈഡ്സും ഞാൻ അതില് മെൻഷൻ ചെയ്തത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നത് പലപ്പോഴും ഫ്രൂട്ട്സിന്റെ അസമയത്തുള്ള കഴിക്കലാണ്. ധാന്യങ്ങൾ കഴിക്കുന്നില്ലെന്ന് പറയുന്ന പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് 9 മണിക്കും അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇതുപോലെ തന്നെ ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴം കഴിച്ചിട്ടാണ് കിടക്കുന്നത്. 6 മണിക്ക് കഴിക്കുക. ഞാനൊരു ഫ്രൂട്ട് വിരോധിയാണ്. 6 മണിക്ക് കഴിക്കുക. 6 മണിക്ക് മുമ്പ് കഴിക്കുക. 6:30 മുമ്പ്. മെയിൻ ഫുഡിന്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നേരത്തെ കഴിക്കണം. മെയിൻ ഫുഡിന്റെ കൂടെ പാടില്ല. നേരത്തെ നമ്മള് ഈ ഫ്രീ ഫാറ്റി ആസിഡ്സും ഫ്രീ ട്രൈഗ്ലിസറൈഡ്സും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്തിട്ട് എനർജിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുറച്ചെങ്കിലും സമയം ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. അതുകൊണ്ട് പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഒരു 4 മണിക്കോ എന്തെങ്കിലും കണ്ടീഷനുള്ള ആൾക്കാരാണെങ്കിൽ 4 മണിക്ക് മുമ്പെങ്കിലും പഴങ്ങൾ കഴിക്കണം എന്നാണ് പറയാറ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അതിൽ റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു സംശയം കൂടെ ഉണ്ട്. പിന്നെ 6 മണി കഴിഞ്ഞാൽ മനുഷ്യൻ ഭക്ഷണമേ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ലിവർ ഫാറ്റി ആസിഡ് കാരണം വയറിങ്ങനെ പണ്ട് മഹോദരം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാറുണ്ടോ? ഹസ്ബൻഡിന്റെ അനിയനി അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ 10 days അയാള് മരിച്ചിട്ട് പുള്ളിക്ക് വെള്ളം ഇങ്ങനെ കുത്തി എടുത്തോണ്ട് കുറെ
കളയുമായിരുന്നു. പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ കൈയൊഴിഞ്ഞ് വീട്ടിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പം മരിച്ചു, ആള് മരിച്ചു. അത് ഈ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്ന ആള്. അത് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വയറിങ്ങനെ ഒരു ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ ഉള്ള വയറുണ്ടായിരുന്നു. അത് ഈ ആൽക്കഹോളിന്റെ കംപ്ലൈന്റ് ആണ്. പുള്ളി ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. മാഡം സാധാരണഗതിയിൽ എത്ര വെള്ളം കുടിക്കാറുണ്ട്? അല്ല, പുള്ളിയുടെ ജീവിതചര്യയൊന്നും എനിക്കറിയില്ല. പുള്ളി ശരിക്കും അല്ല ഞാൻ ചോദിച്ചത് മാഡത്തിനോടാണ്. എത്ര വെള്ളം കുടിക്കാറുണ്ട്? ഞാനൊരു 1.5 ലിറ്റർ 2 ലിറ്റർ അല്ല, ആവറേജ് നമ്മളൊക്കെ ഒരു ദിവസം മാക്സിമം 2. അതെ, 24 മണിക്കൂറിനിടയിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും. ഈ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാര് ഏകദേശം 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ കള്ളും വെള്ളവും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ എടുക്കുന്ന സമയം മേ ബി 1 to 2 മണിക്കൂറായിരിക്കും അല്ലെ? അതെ. ഇത്രയും പെട്ടെന്ന് വെള്ളം നമ്മൾ കുടിക്കാൻ പാടില്ല എന്ന് ഈവൻ ഓട്ടക്കാരോട് പോലും പറയും. മീൻസ് സ്പോർട്സിൽ അത്രയും കൂടുതലുള്ള ആൾക്കാരോട് പോലും ഒരുമിച്ച് വെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ല, സിപ്പായിട്ട് കുടിക്കണം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിക്കും കരളിനും ലോഡ് കൂടാതിരിക്കാനാണ്. ഞാൻ ഈ സ്ലൈഡിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലിവറിന്റെ കോശങ്ങള് വെള്ളം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനം. കാരണം അത് ഈവൻ കിഡ്നിക്ക് ലോഡ് കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ലിവറിനുണ്ട്. ഇത് ആയിരിക്കും ഒരുപക്ഷെ പലപ്പോഴും സക്ക് ചെയ്ത് എടുത്ത് കളയേണ്ടിയൊക്കെ വരുന്നത്. അത് വെള്ളം മാത്രമല്ല, ചിലപ്പോൾ ഇതുപോലെ തന്നെ ഫാറ്റും കൂടിയിട്ട് അതിന്റെ കൂടെ പോകുന്നുണ്ടാവും. പിന്നെ എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും ഒക്കെ ഫങ്ഷൻസ് ഒന്നും ലെവലായിരിക്കില്ല ഇത്രയൊക്കെ കഴിക്കുന്ന ആൾക്കാരിൽ. അപ്പൊ അവരുടെ ജീവിതശൈലി പാറ്റേൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഡോക്ടർമാരും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റം വരണം എന്ന് തോന്നണം. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിപ്പോ ഫാറ്റി ലിവർ ആയാലും ശരി, അല്ലെങ്കിൽ ഡയബറ്റീസ് ആയാലും ശരി, PCOS പോലെയുള്ള പ്രശ്നങ്ങളായാലും, ഇതൊക്കെ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ പർച്ചേസിങ്, എന്ത് വാങ്ങണം എന്ത് വാങ്ങിക്കണ്ട എന്നുള്ളതിലൊക്കെ വ്യത്യാസം വരും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഉപയോഗം മാറുള്ളൂ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ കഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല. അത് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ന്യൂ ഇയറിനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കൺസംഷൻ, നമ്മുടെ ജീവിതശൈലി പാറ്റേണിലേക്ക് വരുന്നത് ഇതൊക്കെയാണ്. എക്സസൈസ് ചെയ്യാത്ത മീൻസ് അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഉറക്കം മാറിയിട്ടുണ്ടാവും, എക്സസൈസ് മാറിയിട്ടുണ്ടാവും, രാവിലെ എഴുന്നേൽക്കുന്നത് മാറിയിട്ടുണ്ടാവും, വെള്ളം കുടിക്കുന്നതിന്റെ അളവ് മാറിയിട്ടുണ്ടാവും, അകത്തേക്ക് ചെല്ലുന്ന ടോക്സിൻസിന്റെ അളവ് മാറിയിട്ടുണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗം വന്ന ആളിലും ഇതൊക്കെ മാറുന്നില്ലേ? അയാൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ മൊത്തത്തില് ആണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. തൽക്കാലത്തേക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നോ പോയിട്ട് കുറച്ച് ലിവർ ഹെൽത്തും കുറച്ച് ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പെഗും അതിന്റെ കൂടെ 2 ടാബ്ലറ്റും എന്ന് പറയുന്നതിൽ ഇല്ല. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഓർഗന് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. മുമ്പൊക്കെ കുറച്ച് നന്നായിട്ട് പറയാൻ പറ്റുമായിരുന്നു, ഇപ്പോഴത് പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഒരു റിലേറ്റീവിന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സ്ട്രോക്ക് വന്നു. ആദ്യത്തെ സിംറ്റം എന്ന് പറഞ്ഞത് അവരുടെ കൈക്ക് ഒന്ന് സെൻസേഷൻ കുറഞ്ഞതായിരുന്നു ആദ്യത്തെ സിംറ്റം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഉറക്കത്തിലാണ് സ്ട്രോക്ക് വന്നത്. പിറ്റേന്ന് രാവിലെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവർ ആദ്യത്തെ സിംറ്റം കണ്ടപ്പോൾ തന്നെ അവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചു, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. ഇതിപ്പോ ലാസ്റ്റ് വീക്ക് നടന്ന ഒരു കാര്യം. 7 ദിവസത്തിനുള്ളിൽ അവർ മരിച്ചു. രണ്ടാമത്തെ സിംറ്റം അവർക്ക് വന്നത് രാത്രിയിൽ ഉറക്കത്തിലാണ്. പിറ്റേന്ന് രാവിലെ അവർക്ക് എഴുന്നേക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്നു.
ഇങ്ങനെയുള്ള ഒരാളില് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് കാർഡിയക് അറസ്റ്റ് ആണ്. അപ്പോ ഇതിന്റെ സ്ട്രോക്കിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ മാത്രമേ പെരുമാറുള്ളൂ എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. കുറെ സിംറ്റംസ് ഉണ്ട്, സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേറെ കുറെ കാര്യങ്ങൾക്കും ഇല്ലേ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും? ഓക്കെ, സാറേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ആ, ഇപ്പോ പറയൂ ഈ സർ. സൗണ്ട് വളരെ ഉണ്ടാകുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോത്തിന് കുറെ സമയം എടുക്കുന്നതുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ താമസിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊരു ചെറിയ കിറ്റ്, രാം എന്ന് പറഞ്ഞൊരു കിറ്റ് ഇപ്പൊ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. അതായത് ഐസോറഡിൽ എന്ന് പറഞ്ഞ നാവിന്റെ ചുവട്ടിൽ വെക്കാനുള്ള ടാബ്ലറ്റ്സും പിന്നെ വേറെ 2 ടാബ്ലറ്റ്സും. പൊതുവെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ കൊടുക്കുന്ന മരുന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് അതിന്റെ കൂടെ പറയുന്നത്. അതിനെക്കുറിച്ച് സാറിന് അറിയോ? ഇപ്പൊ അടുത്ത് ഞാൻ അറിഞ്ഞത് സോർബിട്രേറ്റിന്റെ കാര്യമാണോ? അതും അതിന്റെ കൂടെ വേറെ 2 മരുന്നും ഒരു കിറ്റ് ഉണ്ട്. ആ കിറ്റ് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക്, അങ്ങനെ അസുഖമുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്ന മുന്നേ തന്നെ വീട്ടിൽ നിന്ന് തന്നെ അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെ അഡ്വൈസ് ഇന്നലെ മിനിയാന്ന് ഞാൻ യൂട്യൂബിലൂടെ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് സാറിന് അറിയോ? അതുപോലെ ബ്രെയിൻ സ്ട്രോക്കിന് അങ്ങനെ വല്ല ഫസ്റ്റ് എയ്ഡും ഉണ്ടോ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. സാറിന് അറിയോ? അത് 2 രീതിയിൽ ഞാൻ അതിന്റെ ആൻസർ തരും. ഒന്ന് അലോപ്പതി വിഷയമാണ്, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. രണ്ടാമത്തത് ഒരു ടെമ്പററി ആയിട്ടുള്ള മീൻസ് അങ്ങനെ പ്രോൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന പ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ? മീൻസ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആർക്കും വരാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ലേ ഇത്? ആർക്കും ഉണ്ടാവാം, ഏത് സമയത്തും ഉണ്ടാവാം എന്നുള്ളതാണ് പൊതുവെ. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിയിൽ ഒരാളെങ്കിലും ഇതൊക്കെ സ്റ്റോർ ചെയ്യാം. എത്ര ദിവസത്തേക്ക്? ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഒരു പേടിപ്പിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് മീൻസ് അങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിലൊന്നും നമ്മൾ ആരും പെടരുത്. ഞാനെല്ലാം കൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മള് സാധാരണഗതിയിൽ ഞാൻ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ആസ്മ പേഷ്യൻസ് ആണ്. അവരത് കയ്യിൽ കൊണ്ടു നടക്കും. എന്തിനാണ്? അറ്റ്ലീസ്റ്റ് എപ്പോഴാണ് അവർക്ക് അലർജൻസിന്റെ അറ്റാക്ക് വരുന്നതെന്ന് അറിയില്ല, അപ്പൊ അത് അവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് 12-13 വർഷത്തോളായിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം കൊണ്ടു നടക്കുന്നില്ല. കാരണം എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റി. സാധാരണ പറയുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറില്ലെന്നാണ്. അപ്പോൾ ഹെൽത്തി വേയിലേക്ക് അങ്ങനെ നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ കാർഡിയക് അറസ്റ്റിന് അല്ലെങ്കിൽ എന്താ കൊളസ്ട്രോൾ ടാബ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് ആ ടാബ്ലറ്റ് പിന്നീട് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മൾ ആ ഒരു ഹെൽത്തി പാറ്റേണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ടാബ്ലറ്റുകൾ നമുക്ക് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് എഗ്രി. ആൻഡ് ഞാൻ അതിനെപ്പറ്റി പറയാൻ കൂടുതൽ ആളുമല്ല. ഞാൻ എന്തായാലും കൊണ്ടു നടക്കില്ല എന്ന് തീരുമാനിക്കും. അതിനെ പറ്റിയിട്ട് ഞാൻ സാറിന് ഒരു അഡ്വൈസ് തരികയല്ല, അങ്ങനെ ഒരു സജഷൻ തരികയല്ല ചെയ്യുന്നത്. ഇറ്റ്സ് അപ് ടു യു. കാരണം നമ്മളിപ്പം കേൾക്കുന്ന ഒരുപാട് ന്യൂസ് ഞാൻ പറയുന്നത് കേട്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് സാർ അത് ഇന്നലെ വാങ്ങിച്ച ടാബ്ലറ്റ് ഒക്കെ കൊണ്ടുപോയി കളയാനല്ല. മീൻസ് അങ്ങനെയുള്ള ഒരു രീതിയല്ല. നമ്മൾ ബാക്ക് ടു ഹെൽത്തി ലൈഫ് വരിക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട്, നമ്മളെ മറ്റു പല രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകൾ.
അതൊരു പക്ഷെ ഡോക്ടർ പറയുന്നത് ഡോക്ടറെ സംബന്ധിച്ച് അത് കറക്റ്റ് ആണ്, ഡോക്ടർ അത് ഉപയോഗിക്കണം. ഡോക്ടർ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ട്രെയിനിലോ അല്ലെങ്കിൽ എയറോപ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അറിയ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് വാങ്ങിക്കും. അങ്ങനെയുള്ളവരെടുത്ത് ആസ് എ കെയർ ഫോർ അതേഴ്സ് തീർച്ചയായിട്ടും അത് കൊണ്ടു നടക്കണം. പക്ഷെ ഇപ്പൊ സാറിന് ഡൗട്ടുള്ള ഒരു ടാബ്ലറ്റിന്റെ പേര് സാറ് കയ്യിൽ വെച്ചിട്ടും അത് ആർക്ക് വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റിയിൽ ഏത് ഡോസിൽ ഉപയോഗിക്കും എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വയ്ക്കുന്ന ഇതിനുള്ള സാധ്യതയില്ല. മുമ്പൊക്കെ പാരസെറ്റമോള് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം മുമ്പാണ് പാരസെറ്റമോളുകളൊക്കെ ഞാൻ കൊണ്ടു നടക്കാറുണ്ടായിരുന്നത്, ട്രെയിൻ ജേണിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴെന്റെ വീട്ടിൽ പോലും ചിലപ്പോ പനി വന്നു. കഴിഞ്ഞതിന് മുന്നത്തെ എനിക്ക് ഒന്ന് സാവസാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, 2 ആഴ്ച മുമ്പ് എനിക്ക് നല്ലൊരു പനി വന്നിരുന്നു, ഫുൾ ടയർഡായി. ഞാൻ വീട്ടിൽ നോക്കിയപ്പോ ഒരു പാരസെറ്റമോള് പോലും കിടക്കുന്നില്ല. ആ ഒരു ലൈഫിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും. എമർജൻസി ടാബ്ലറ്റ് നല്ലത്, നമ്മൾ എന്തിനാ ഇങ്ങനെ വെറുതെ. എത്ര പേര് എഗ്രി ചെയ്യുന്ന എനിക്ക് അറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട്, ബട്ട് ഇറ്റ്സ് മൈ അപ്രോച്ച്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? മാം, എലിസബത്ത് മാം, ബിന്ദു, രാധാകൃഷ്ണൻ, ശ്രീലത, നാഷ്. യെസ് ബിന്ദു. അല്ല സർ, ഞാൻ ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആണ്. പിന്നെ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് സാർ പറഞ്ഞ പോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് 1 വരുന്നുണ്ട് എന്നുള്ള ചെറിയ സ്കാനിങ്ങിൽ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചെറിയൊരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നാണല്ലോ സാറ് പറഞ്ഞത്. ഫ്രൂട്ട്സുകളൊക്കെ 4 മണിക്കോ അങ്ങനെ സാറ് പറഞ്ഞില്ല. അപ്പോൾ അതെ സാർ ഞാൻ സാർ ഞാൻ എന്താണ് ഇപ്പം അതിന് ഈ ഈ ഞാൻ എന്താ പറയാ ഒരു ഗൈനക് പ്രോബ്ലം ആയിട്ടാണ് സ്കാനിങ്ങിൽ ഇത് അറിഞ്ഞത്, ഗ്രേഡ് 1 ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്താ അതിന് ചെയ്യേണ്ടത്. ഇപ്പം എന്നോട് എക്സസൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറിന് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാൻ? മാഡം ഒന്ന് വിളിക്കൂ, അതാണ് നല്ലത്. കാരണം 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മാഡത്തിന് ഓൾറെഡി ഉള്ളത് 2-3 പ്രശ്നങ്ങളാണ്. ഇതിൽ പലതും ഹോർമോൺ റിലേറ്റഡ് ആണ്. അപ്പോ പെട്ടെന്നൊരു സൊല്യൂഷൻ ഒരുപക്ഷെ അവിടെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചെയ്യാനുള്ളത് കുറെ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഡയറ്റ് പാറ്റേൺ എന്ന് ഉദ്ദേശിച്ചത് കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അറിഞ്ഞു കഴിക്കുക, അളവ് അനുസരിച്ച് കഴിക്കുക, അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ പല ആൾക്കാരിലും ഇങ്ങനെയുള്ള 3 പ്രശ്നങ്ങളും ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തൈറോയിഡ്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, അതുപോലെ PCOS, ഇത് 3ഉം റിലേറ്റഡ് ആണ് ഓൾമോസ്റ്റ്. ഇതിനെ 3 നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത് തൈറോയിഡ് വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് നിർത്തും, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് പോകും. ഇതിന്റെ ഒന്നിച്ച് മാഡത്തിന് ഒരുപക്ഷെ അറിയാൻ പറ്റുമായിരിക്കും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോഷൻ, ഡൈജഷൻ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം, അസിഡിറ്റി, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ശരിയാണോ? ഓക്കെ. ചെറുതായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായി. ഇപ്പൊ ഞാൻ ഒരു 6 മാസമായിട്ട് എന്താണ് ഷുഗർ അതുവരെ ബോർഡറിലാണ് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഞാനൊരു 1 ഗ്രാം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഷുഗറിന് വേണ്ടിയിട്ട്. ഷുഗറിന് വേണ്ടിയിട്ടൊന്നും കഴിക്കില്ല. ഒരുപാട് മധുരമൊന്നും ഞാൻ കഴിക്കാറുമില്ല. പഞ്ചസാരയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഒഴിവാക്കിയതാണ്. ചായയൊക്കെ മധുരം ഇടാണ്ടേയും പിന്നെ ബേക്കറി സാധനങ്ങളൊക്കെ ഒരുപാട് കുറവാണ്. അടുത്ത ഒരു 5 വർഷത്തിനുള്ളില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, എനിക്ക് സൗണ്ട് കേട്ടിട്ട് അധികം പ്രായമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഞാൻ പറയാം അടുത്തൊരു ക്ലിയർ ആയില്ല. 54 വയസ്സാണ് എനിക്കുള്ളത്. ഓക്കെ, ശരി, ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. അടുത്തൊരു 5 വർഷത്തിനുള്ളില്
ഇങ്ങനെയുള്ള ഹെൽത്ത് ചലഞ്ചസ് സിവിയർ ആവാതെ കൊണ്ടുപോകും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ തുടങ്ങാം. ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതുകൊണ്ടൊക്കെ മാറാൻ പോകുന്നത് മാഡത്തിന്റെ ഫാമിലിയിലുള്ള 6 or 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരാണ്. ജസ്റ്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ടാബ്ലറ്റും കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചാൽ മതി. ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട് 1 ഗ്രാമിന്റെ ടാബ്ലറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ഇറ്റ്സ് ഓക്കെ, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ. പക്ഷെ ഈ 1 ഗ്രാമിൽ നിന്ന് 500ലേക്കും അല്ലെങ്കിൽ 100ലേക്കും വരാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളതാണ് നമ്മുടെ ശരീരം. അത് മനസ്സിലാക്കും. കൂടാതെ മാഡം ആദ്യം ചെയ്യേണ്ടത് ഈ സാധാരണ ഇപ്പോഴത്തെ ഉപ്പൊക്കെ നിർത്തിയിട്ട് നാടൻ കല്ലുപ്പ് ഉപയോഗിക്കുക. ഇപ്പോഴത്തെ പുതിയ ആർട്ടിഫിഷ്യൽ സാൾട്ടാണ് നമുക്ക് കിട്ടുന്നത്, അത് ഒഴിവാക്കുക. എന്നിട്ട് ഈ ആഹാരം കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക. വൈകിട്ട് നേരത്തെ ഫ്രൂട്ട്സ് കഴിക്കുക, ആഹാരം പിന്നെ കൊടുക്കുക. കാരണം ഫ്രൂട്ട്സ് വെറും അബ്സോർഷൻ മാത്രമേ ഉള്ളൂ, ഡൈജഷൻ്റെ ആവശ്യമില്ല. മറ്റേ ഫുഡിന് ഡൈജഷൻ വേണം. രണ്ടും കൂടെ ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ വൈറ്റൽ ഫോഴ്സ് തന്നെ. ഞാൻ എന്ത് ഇങ്ങനെ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കഷ്ടപ്പാട്. ഓക്കെ, എന്തായാലും സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പേഴ്സണലി ഒന്ന് വിളിച്ച് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. സാർ പറയുന്നത് അതുപോലെ തന്നെ മേടിച്ച് കഴിക്കൊന്നും വേണ്ട. എന്നാലും ആദ്യം ഏതായാലും നമ്മൾ നമ്മുടേതായ പ്രിക്കോഷൻ മെഷേഴ്സ് നമ്മളുടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആദ്യം ഡിസൈഡ് ചെയ്യും. അങ്ങനെ ആകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കി. ഇപ്പൊ ഉള്ള അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിനെ നമുക്ക് സാറാ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യാതെ തന്നെ മാറ്റാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം. സരസ്വതി മാഡം പോയി. ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് മുഴുവനും മനസ്സിലാക്കിയിട്ടില്ല എന്ന് കുറച്ച് നേരത്തെ സാറ് പറഞ്ഞു. ഇതില് നമ്മുടെ ബ്രെയിൻ ഒരു ഹോമിയോസ്റ്റാസിസിലാണ് പോകുന്നത്. മീൻസ് ഇടത്തോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് അറിയാം. അതുപോലെ തന്നെ തണുപ്പ് കൂടുതൽ ശരീരത്തിന് തട്ടുമ്പോൾ അതിനെ ചൂട് പിടിപ്പിക്കാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓൾറെഡി ശരീരത്തിന് അറിയാം. അപ്പൊ ഈ ശരീരത്തിനകത്ത് വെച്ച് നമ്മൾ തൽക്കാലത്തേക്ക് ഷുഗറിനെ കുറക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൂട്ടണമെന്ന് നമ്മുടെ ശരീരത്തിന് നന്നായിട്ട്. അപ്പൊ ആ ഒരു പാറ്റേണിലേക്ക് പോവാതെ 1 വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഈ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഈ 1 വർഷത്തെ പരിശ്രമം മതി. ആവശ്യമില്ലാതെ ബ്രെയിനിനെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെ? ആവശ്യമില്ലാതെ ബ്രെയിനിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ തന്നെ കൺട്രോൾ ആയിട്ട്. ശരി. ഏത് സമയത്ത് സാറിനെ വിളിക്കേണ്ട സർ? സമയം വിളിക്കും. സാറിന്റെ ചാറ്റ് ബോക്സിൽ നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്യൂ. അപ്പം സമയം നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടു. ഓക്കെ, താങ്ക്സ് സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 8:30 ആയി. എനിബഡി എൽസ് എന്തെങ്കിലും? ഓക്കെ, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, സാറിനെ വിളിച്ചോളൂ. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ. നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്തി ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ് നമ്മുടെ ആപ്തവാക്യം. കഴിഞ്ഞ 1 വർഷത്തിലധികമായി നമ്മൾ വ്യാഴാഴ്ചകളിൽ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മരുന്നൊന്നും വേണ്ട, ഇല്ലാതെയും മുന്നോട്ട് പോകാൻ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ സഹായിക്കാം. ഓക്കെ സൻ സാർ, താങ്ക് യു വെരി മച്ച്. നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. നാളെ മാനേജ്മെന്റുമായിട്ട്. യെസ് സർ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. പവർ സാർ എന്തെങ്കിലും പറയാനുണ്ടോ?